ഹായ് ഗായ്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാനൊരു വാനില കപ്പ് കേക്ക് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഈസി ആയിട്ട് വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കപ്പ് കേക്കാണിത്. കപ്പ് കേക്ക് ബേക്ക് ചെയ്തെടുക്കുന്ന മോൾഡൊന്നും ഇല്ലാതെയാണ് നമ്മൾ ഇന്നത് ബേക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനു മുൻപായി എൻ്റെ ചാനൽ ആദ്യമായി ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതിൻ്റെ കൂടെ തന്നെയുള്ള ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്യുക. ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾ തന്നെ പ്രസ് ചെയ്യുക. എന്നാലേ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരികയുള്ളൂ. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. ഞാൻ ആദ്യം തന്നെ ഇതിന് വേണ്ടിയിട്ടുള്ള ഫ്ലോർ മിക്സ് ഒന്ന് അരിച്ചെടുത്ത് മാറ്റി വെക്കുന്നുണ്ട്. അതിന് ഞാനിവിടെ 1/2 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഞാൻ അതിലേക്ക് 1 ടീസ്പൂണോളം ബേക്കിംഗ് പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കൊന്ന് അരിച്ച് ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഞാനിതിൽ ബേക്കിംഗ് സോഡയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല, ബേക്കിംഗ് പൗഡർ മാത്രമാണ് യൂസ് ചെയ്യുന്നത്. അപ്പം ഞാൻ ഫ്ലോർ മിക്സ് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള ബാറ്റർ തയ്യാറാക്കാം. അതിന് വേണ്ടി ഞാനിവിടെ ഒരു 50 ഗ്രാം അൺസാൾട്ടഡ് ബട്ടറാണ് എടുത്തിട്ടുള്ളത്. റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. തണുപ്പുണ്ടെങ്കിൽ പുറത്ത് വെച്ചിട്ട് അതിൽ തണുപ്പൊക്കെ പോക്കിയതിന് ശേഷം യൂസ് ചെയ്യാം. ഇനി ഞാനിതിലേക്ക് ഒരു 1/2 കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കതൊന്ന് നല്ലോണം മിക്സാക്കി കൊടുക്കാം. നല്ലോണം സ്പൂൺ കൊണ്ടിട്ട് തന്നെ നല്ലോണം മിക്സാക്കി കൊടുക്കണം. അപ്പോൾ ഇതാ അതൊക്കെ ഞാനിവിടെ നന്നായി മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഒരു ക്രീമി രൂപത്തിലേക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് ഒരു 2-3 ഡ്രോപ്സ് വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതും നമുക്കൊന്ന് മിക്സാക്കി എടുക്കാം. അടുത്തതായി ഇതിലേക്ക് ഞാനൊരു കോഴിമുട്ടയാണ് പൊട്ടിച്ചെടുത്തിട്ടുള്ളത്. റൂം ടെമ്പറേച്ചറിലുള്ള കോഴിമുട്ട തന്നെ എടുക്കുക. പിന്നെ ഒരു നുള്ളു ഉപ്പ് കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ബീറ്റർ ഉപയോഗിച്ചിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ഞാനിത് നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായി ഇതിലേക്ക് നമ്മളിവിടെ അരിച്ചെടുത്ത് വെച്ചിട്ടുള്ള ഫ്ലോർ മിക്സ് കുറേശ്ശെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഓവർ മിക്സ് ചെയ്യരുത്, പതിയെ പതിയെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇതാ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ബാറ്റർ ഉണ്ടാവേണ്ടത്. ഓവർ ലൂസും ആവരുത്, ഓവർ തിക്കും ആവരുത്. അഥവാ കുറച്ച് ഓവർ തിക്കായി പോകുന്നുണ്ടെങ്കിൽ കുറച്ച് ചൂടുള്ള പാലൊഴിച്ച് കൊടുത്ത് റെഡിയാക്കി എടുത്താൽ മതി. ഇനി ഇതുപോലുള്ളൊരു കപ്പ് കേക്ക് മോൾഡ് എടുത്തിട്ടുണ്ട് ഞാൻ. കൂടാതെ ഇങ്ങനെ ഒരു പേപ്പർ കപ്പ് കൂടെ എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ കപ്പ് കേക്ക് മോൾഡ് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ഇറക്കി വെച്ച് കൊടുക്കാം. എന്നിട്ട് ഞാനിതാ ഇങ്ങനെ ഒരു പ്ലേറ്റ് എടുത്തിട്ടുണ്ട്. ഇതിൽ നമുക്ക് ഈ കപ്പുകളൊക്കെ ഒന്ന് കറക്റ്റാക്കി വെച്ച് കൊടുക്കാം. അപ്പം നമ്മളിവിടെ കപ്പൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ബാറ്റർ ഞാനൊരു പൈപ്പിംഗ് ബാഗിലേക്ക് എടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ തുമ്പൊന്ന് കട്ട് ചെയ്തിട്ട് നമുക്കതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ബാറ്റർ ഫില്ല് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, മുഴുവനായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കരുത്. ഒരു 1/4 ഭാഗത്തോളം ഫില്ല് ചെയ്ത് കൊടുക്കുക. ബാക്കി നമ്മുടെ കേക്ക് എന്തായാലും പൊന്തി വരും. അപ്പോൾ അത് കംപ്ലീറ്റ് ആയിക്കോളും. അപ്പോൾ ഞാനിത് ആ ബാറ്റർ മുഴുവൻ ഫില്ലാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലുള്ളൊരു സ്ക്യൂർ ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ ഉള്ളിലുള്ള എയർ ബബിൾസൊക്കെ ഒന്ന് നമുക്ക് പോക്കിയെടുക്കാം. ഇനി ഇതൊരു 20 മുതൽ 25 മിനിറ്റ് വരെ നമുക്കൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. ഞാനിതാ നമ്മുടെ കേക്കൊക്കെ ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ട് നല്ലോണം പൊന്തിയൊക്കെ വന്നിട്ടുണ്ട്. ഇത് ഞാനിപ്പം പുറത്തെടുത്ത് കാണിക്കുന്നുള്ളൂ, പൊളിച്ച് കാണിച്ചു തരാത്തത് കസ്റ്റമൈസ്ഡ് കേക്ക് ആയതുകൊണ്ടിട്ടാണ്. അപ്പം ഞാനിത് ബേക്ക് ചെയ്തത് എങ്ങനെയാണെന്നുള്ളത് ഇതിന് മുൻപുള്ളൊരു വീഡിയോയിൽ ഞാൻ സാധാ കേക്ക് ബേക്ക് ചെയ്യുന്നത് ഇട്ടിരുന്നു. അതേ സെയിം പ്രോസസ്സിൽ തന്നെ സെയിം പാത്രത്തിൽ തന്നെയാണ് ഞാൻ ബേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ കേക്കൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിവിടെ കപ്പ് കേക്കിന് വിപ്പിംഗ് ക്രീം വെച്ചിട്ടൊരു ടോപ്പിംഗ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമുക്കിനി മറ്റൊരു വീഡിയോയിൽ പുതിയ ഡിഷുമായിട്ട് വീണ്ടും കാണാം.